ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. എപ്പോഴും പറയുന്നവരെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ സുധിക്കൊരു ബോഡി ഗാർഡിനെ തയ്യാറാക്കുകയാണ് നമ്മുടെ സുധി. അപ്പൊ കുറെ പേരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. ലാസ്റ്റ് ഒരാൾ വന്നു, അയാളെ ഇന്റർവ്യൂ ചെയ്യാണ്. അയാളെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ കുറേ ഡിമാൻഡ്സ് ഒക്കെ വെക്കാൻ കേട്ടോ. ഡിമാൻഡ് വേറെ ഒന്നുമല്ല, കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ അയാൾക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വേണം. എല്ലാ ദിവസവും ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണം. ആട്ടും സൂപ്പ്, അങ്ങനെ അയാളുടെ ലിസ്റ്റിൽ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും ബഡ്ജറ്റിൽ തികയാത്ത അത്രയും ലിസ്റ്റാണ് അയാളുടെ കയ്യിലുള്ളത്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സുധിയാണെങ്കിൽ ശ്വാസം നിലച്ചിരിക്കുക. എന്നിട്ട് സുധി പറയും, ഞാനിവിടെ ഹോട്ടലല്ല നടത്തുന്നത്, ഞാനിവിടെ ഗൃഹോപകരണങ്ങളുടെ ഷോറൂമാണ് നടത്തുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. ശമ്പളം കുറവാ, പക്ഷെ നീ ഈ പറയുന്ന ഫുഡിന് തന്നെ മാസം വലിയൊരു എമൗണ്ട് ആവുമല്ലോ. ഇതുപോലെ ഫുഡ് കഴിച്ചാലേ എന്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ. ആക്രമിക്കാൻ വരുന്നവനെ തൂക്കി എറിയണ്ടേ, അതിന് ഇതുപോലെ ഫുഡ് കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അയ്യോ, എങ്കിലും ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലേ, അത് വല്ലാത്തൊരു അതിശയം തന്നെ. ആദ്യമായിട്ടാ ഇത്രയും ഫുഡ് കഴിക്കുന്ന ഒരാളെ ഞാൻ നേരിട്ട് കാണുന്നത്. അല്ല, എന്തെങ്കിലും പ്രശ്നം വരുമ്പം നീ ഓടി മാറുവോ? അല്ല, ഈ ജോലിക്ക് നിങ്ങൾ ഫിറ്റ് ആണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഫുഡൊക്കെ നിങ്ങൾ ഒത്തിരി കഴിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ജോലിക്ക് തയ്യാറാണോ? അത് ഞാനിപ്പോ കാണിച്ചു തരാം സാർ. സാർ ഒന്ന് എണീക്കണം. സാർ അവിടെ നിന്ന് എണീറ്റിങ് വാ. സാർ അങ്ങ് അവിടെ നിന്ന് എണീറ്റ് വാ. ചിലപ്പം കാലേ തൊഴുത് അനുഗ്രഹം മേടിക്കാനായിരിക്കും. ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെല്ലാണ്. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധീനെ അയാൾ എടുത്ത് ഇങ്ങനെ ഒരു ഒറ്റ കറക്കാണ് കേട്ടോ. അയ്യോ, എന്നെ താഴെ ഇറക്കുക എന്ന് പറഞ്ഞ് സുധി പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, താഴെ ഇറക്ക്. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? അയ്യോ, എന്റെ സുധി താഴെ വീണ എന്ത് ചെയ്യും? വീടില്ല, താഴെ വീടില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് ഞാൻ ഫിറ്റാണോ വേണ്ടയോ എന്നല്ലേ ഇപ്പം അറിയേണ്ടത്. ഇപ്പൊ മനസ്സിലായില്ലേ ബോസ്, ഞാൻ ഫിറ്റാണെന്ന്? ഇതിൽ കൂടുതൽ വിശ്വാസം എന്താണ് ബോസ്? വിശ്വാസമല്ലേ ബോസ് എല്ലാം? വിശ്വാസം. ഇയാളെ ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോ, കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോ. പൊക്കോ, ഇയാളിപ്പോ പൊക്കോ എന്ന് പറഞ്ഞപ്പോ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി, എന്തൊരു കൈയാന്നറിയാമോ, എന്റെ കാലിന്റെ അത്രയുണ്ട്. അയ്യോ, ഞാൻ പേടിച്ചു പോയി. എന്തായാലും ഇനി എനിക്ക് മുതലാളി എന്ന പേരിൽ സമാധാനത്തോടു കൂടി നെഞ്ചു വിരിച്ച് ഇവിടെ ഇരിക്കാലോ. ഇനി ആര് വന്നാലും എന്റെ പൈലി നോക്കിക്കോളും, പൈലി. ഇനി ഒരു കത്തും വരില്ല, ഒരു കുത്തും വരില്ല. നെഞ്ചു വിരിച്ച് ഇവിടെ ഈ സുധി ഇരിക്കും. സുധി സുധി എന്നല്ല, ശ്രുതി. അവന്റെ മെനു കേട്ടില്ലേ? അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. രാത്രി 20 ചപ്പാത്തി, ആട്ട് സൂപ്പ്. അതാ എന്നെ വീണ്ടും തളർത്തുന്നത്. അവന്റെ മെനു കാരണം എന്റെ മെനു തീരുന്നാ തോന്നുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, ഈശ്വര എല്ലാം നല്ലതിനായിരിക്കണേ എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ തന്നെത്താനെ പറയാണ് കേട്ടോ. തന്നെത്താനല്ല, ശ്രുതിയോട് പറയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി ഭയങ്കര കരച്ചില്ല കൃഷ്ണേട്ടന്റെ ഫോട്ടോയുടെ മുമ്പിൽ, അതായത് രേവതിയുടെ അച്ഛന്റെ ഫോട്ടോയുടെ മുമ്പിൽ. കൃഷ്ണേട്ട, എന്റെ മോളെ കാത്തോണെ, അവക്ക് ഒരാപത്തും വരുത്തരുതേ, അവക്ക് ആഴത്തിലുള്ള മുറിവൊന്നും ഉണ്ടായിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശരത്ത് വന്നിട്ട്, എന്തു പറ്റി, എന്താ അമ്മയെ കരയുന്നത്, എന്താ പറ്റിയത്? എല്ലാത്തിനും കാരണക്കാരൻ നീയാടാ, നീ ഒറ്റ ഒരുത്ത് എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ നീ. അമ്മേ, എന്താ അമ്മ ഇത്? നീ കാരണം ഇനി എന്തൊക്കെ അനുഭവിക്കാ കിടക്കുന്നു. നീ എന്താണ് ഇങ്ങനെ ആയി പോയത്? എന്താണ് നിനക്ക് പറ്റിയത്? എന്തിനാടാ ഞങ്ങളെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അമ്മേ, എന്താ അമ്മേ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നിന്നെ കൊന്നാ പോലും എന്റെ ദേഷ്യം തീരത്തില്ലടാ, നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞ് കോളറെ പിടിച്ചപ്പോഴത്തേക്ക് ചരതി ചോദിക്കുക, എന്താ പറ്റിയത് അമ്മ, എന്താ പറ്റിയത്? ആന്റണിയുടെ കൂട്ട്, അത് വേണം നിന്നോട് എത്ര തവണ പറഞ്ഞത്, നീ കേട്ടില്ലല്ലോ. ഇപ്പൊ അവൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? എന്താ ചെയ്തത്? അത് പറയമ്മേ. എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം. ദേ, ആന്റണി ഏട്ടനെ ഒന്നും പറയാൻ നിങ്ങൾക്ക് ഉറക്കം വരില്ല അല്ലേ അമ്മേ? ദേ, അമ്മയോടും ചേച്ചിമാരോടും ഉള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ നിനക്ക് അവനോടല്ലേടാ. നിനക്ക് അവനല്ലേ മുഖ്യം, നിനക്ക് അവനല്ലേ എല്ലാം. എടാ, നീ കാരണമാ ഈ മനുഷ്യൻ നേരത്തെ പോയി ഈ ഭിത്തിയിലിരിക്കുന്നത്. നിനക്കറിയാലോ. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെയും കൂടെ അങ്ങോട്ട് പറഞ്ഞയക്ക്. എന്നിട്ട് നീ അവന്റെ കൂടെ കൂട്ടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്ക്. അയ്യോ അമ്മ ഇങ്ങനെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? രേവതി ആന്റണിയെ കാണാൻ ചെന്നപ്പോ എന്താ ഉണ്ടായതെന്നറിയാമോ? അവളെ പിടിച്ച് തള്ളിയിട്ടു. അവളുടെ തല പോയി എവിടെയോ ഇടിച്ചടാ. എന്നിട്ടിപ്പൊ തലയ്ക്ക് പരിക്ക് പറ്റി എന്റെ മോളിപ്പോ ഹോസ്പിറ്റലിലാ ഉള്ളത്. പാവം എന്റെ മോൾ എന്തൊക്കെ അനുഭവിക്കണോടാ. നിനക്ക് വേണ്ടിയല്ലേടാ ഇതൊക്കെ. അയ്യോ
ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചി എന്തിനാ അവനെ കാണാൻ പോയത്? നീയേ അവളുടെ അനിയനായി പോയില്ലേ. അനിയൻ എന്ന് വെച്ചാലേ അവക്ക് ജീവൻ. അതുകൊണ്ടാ പൊന്നനിയനോടുള്ള സ്നേഹം കാരണം അവനെ കാണാൻ വേണ്ടി പോയതാ. ദേ കുടിക്കാനും വലിക്കാനും ഒക്കെ തുടങ്ങി ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിരുന്നു. അവൻ അവൻ അവനൊന്ന് ഗുണദേശിച്ച് നേരെയാക്കാന് നീ നേരെയാകാന് അവനെ ഇനി അങ്ങോട്ടേക്ക് നീ ചെല്ലരുത് എന്നൊക്കെ വിലക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാടാ പോയത്. എന്നിട്ട് ആ ദുഷ്ടൻ അവിടെ ചെന്നപ്പം ഇതെല്ലാം എന്റെ മോള് പറഞ്ഞപ്പോ ഉപദ്രവിച്ചു. ദേ നീ അവനെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലേ. നീ നീ വെക്ക്, ഞങ്ങളെല്ലാം കൊന്ന് തിന്ന് നീ വെള്ളം കുടിക്ക്. ദേ നിന്നോട് ഇച്ചിരിയെങ്കിലും ആന്റണിക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നോടാ. നിന്റെ ചേച്ചിയോട് ഇതൊക്കെ ചെയ്യുമായിരുന്നോ? അവനോട് കൂടരുതെന്ന് ഞങ്ങൾ എത്ര തവണ നിന്നോട് പറഞ്ഞതാ. എന്നാലും നീ കേക്കില്ലല്ലോ. അമ്മ ഞാൻ പറയുന്നത് കേക്ക്. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? എന്തിനാടാ നീ അത് അറിയുന്നത്? കൊരയ്ക്ക് കൊടുത്തില്ലേ? ചേച്ചിന്ന് വിളിച്ചാൽ മാത്രം പോരാ, കൂടപ്പറപ്പിനോടുള്ള സ്നേഹവും കാണിക്കണം. അല്ലാതെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അതുണ്ടായിരുന്നെങ്കിൽ നീ അവളുടെ വാക്ക് കേൾക്കുമായിരുന്നല്ലോ. ദേ അമ്മ എന്തോ പറഞ്ഞോ? ചേച്ചിയോട് എനിക്ക് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. ചേച്ചിയോട് എനിക്ക് സ്നേഹം ഉണ്ടമ്മേ. സ്നേഹം. അന്ന് സച്ചി നിന്റെ കൈ ഒടിച്ചപ്പം എനിക്ക് അവനോട് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയാ, അന്നേ നിന്റെ കൈയല്ലായിരുന്നു ഒടിക്കേണ്ടത്. നിന്നെ നടു ഒടിച്ച് വീട്ടിൽ കിടക്കണമായിരുന്നു. നീ വീട്ടിൽ കിടക്കണമായിരുന്നു. നിന്റെ കാലും തല്ലി ഒടിക്കണമായിരുന്നു. എന്റെ രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടല്ലോ, സച്ചിയല്ല, ഞാനായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. നിന്റെ നടു ഒടിച്ച് നിന്നെ വീട്ടിൽ കിടത്തും. പറഞ്ഞേക്കാൻ ഞാന്. മാറി നിൽക്കണം എന്റെ മുമ്പിന്ന്. മകനാണ് പോലും മകൻ. എനിക്ക് നിന്റെ മകനാന്ന് പറഞ്ഞ അറപ്പും വെറുപ്പും തോന്നുവാടാ. മാറി നിൽക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ വന്നു കേട്ടോ. ഫോൺ കോള് വന്നപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി എടുത്തു. ദേവുവാണ്. അപ്പൊ ദേവുവിനോട് പറയാണ്, ഞാൻ ഇറങ്ങുക, ജംഗ്ഷനിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് പോകാം, മോള് ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ശരത്തിനെ അത്രയും പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മി ശരത്തിനെ ഒന്ന് നോക്കുന്നുണ്ട്. എവിടെന്ന്? ശരത്ത് അവിടെ ഇല്ല. ശരത്ത് വേറെ എങ്ങോട്ടാ പോയി കേട്ടോ. ഏതായാലും ശരത്ത് പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, ആന്റണിയുടെ അടുത്തേക്കാണ്. ആന്റണിയുടെ കാര്യം കട്ടപ്പോകയാണ്. പിന്നെ കാണിക്കുന്ന സീനിൽ ആന്റണിയാണ് കേട്ടോ. അപ്പൊ ആന്റണിയുടെ കൂട്ടുകാരൻ ആന്റണിയോട് പറയാണ്, എന്റെ പൊന്ന ബോസിന് ഈ പടുതിയിലാക്കിയില്ലോ അവന്, എങ്കിലും അവനിട്ട് 2 കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശരത്ത് വരുന്നത്. ശരത്ത് വന്നതും അവിടെ നിന്ന് നമ്മുടെ ആന്റണിയുടെ കൂട്ടുകാരൻ, വാ ശരത്തെ കേറി വാ. അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി പറഞ്ഞു, നീ കാണണം. കണ്ടില്ലടാ, എനിക്ക് പറ്റില്ലടാ, എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ലടാ. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ചേച്ചിയും നിന്റെ ചേച്ചിയുടെ ഭർത്താവും കൂടെ വന്നാടാ ഇതൊക്കെ ചെയ്തത്. ഇത്ര വല്ലേ പറ്റുള്ളൂ. സച്ചേട്ടൻ നിങ്ങളെ കൊല്ലാതെ വിട്ടത് നിങ്ങളുടെ ഭാഗ്യം. എന്താണ് ശരത്തെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിരുന്നു, ശരിയാ. നിങ്ങളുടെ കൂടെ കൂടരുതെന്ന് എന്റെ ചേച്ചിമാരും അമ്മയും പറയാത്ത ദിവസങ്ങളില്ല. എന്നിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ കൂടി ചേർത്ത് പിടിച്ചു. അവര് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കാറില്ലായിരുന്നു. എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് ഞാൻ നിന്നത്. കൂടെ നിന്നവനോട് തന്നെ നീ ഇങ്ങനെ ചെയ്തു അല്ലേ? ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടാ ഞാൻ എന്താടാ ചെയ്തത്? നിന്റെ അളിയനാടാ. നിർത്ത്. എന്തിനാ സച്ചേട്ടനെ പറയുന്നത്? നീ എന്റെ ചേച്ചിയെ തള്ളി താഴെ ഇട്ടില്ലേ? തലയ്ക്ക് പരിക്ക് പറ്റി എന്റെ ചേച്ചി ഹോസ്പിറ്റലിലാ ഉള്ളത്. എന്റെ ചേച്ചിയുടെ അവസ്ഥ. അത് പിന്നെ ശരത്തെ, ഞാൻ പറയുന്ന കേക്ക്, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണോ നീ പറയാൻ വരുന്നത്? അത് പിന്നെ എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈ വെക്കുവാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ച് എന്റെ ചേച്ചിനെ ഉപദ്രവിച്ചതിന് ഇല്ല, ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല, പൊറുക്കില്ല. നിങ്ങൾ എന്റെ ഫ്രണ്ട് ആയിരിക്കാം എന്ന് കരുതി നിങ്ങൾ എന്റെ ചേച്ചിനെ എന്ത് ചെയ്താലും ഞാൻ ചുമ്മാ ഇരിക്കും നിങ്ങൾ കരുതണ്ട. എനിക്ക് എന്റെ കുടുംബം തന്നെ വലുത്. എന്റെ കുടുംബത്തിന് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെടുന്നത്. എന്റെ ചേച്ചിയാ എന്നെ വളർത്തിയത്. എന്റെ ജീവനാ എന്റെ ചേച്ചി. അവരെ തൊട്ടവനേരാണെങ്കിലും ഞാൻ വെറുതെ വിടത്തില്ല. ഞാൻ കൊല വിളിക്കും. പറഞ്ഞേക്കാം, കുറച്ച് കാശ് കിട്ടും. എനിക്ക് കുടുംബത്തിനും അതൊരാശ്വാസമാവുമെന്ന് കരുതിയിട്ടാ. നീ തെറ്റാണ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും നിന്റെ കൂടെ ഞാൻ നിന്നത്. അതുകൊണ്ട് മാത്രമാ. നിങ്ങൾ എന്ത് ചെയ്യുന്നവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ ചേച്ചിയോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. ആന്റണി ഏട്ടാന്ന് വിളിച്ച് ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. ഇനി എന്നെ അതിന് കിട്ടില്ല. എന്റെ ചേച്ചി ഹോസ്പിറ്റലിലുണ്ട്. നീ ചെയ്തതിന് എന്റെ ചേച്ചിയോട് നീ ക്ഷമ ചോദിക്കുക. ഓ പിന്നെ ഞാൻ നിന്റെ ചേച്ചിയോട് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഞാൻ നിന്റെ ചേച്ചിനെ അങ്ങോട്ട് പോയി അടിച്ചതാണോ? അല്ലല്ലോ, അവരിങ്ങോട്ടല്ലേ വന്നത്. ഇങ്ങോട്ട് വന്നല്ലേ അടിച്ചത്. നിന്റെ ചേച്ചി എന്റെ നേരെ തല്ലാനായിട്ട് കൈ വാങ്ങുമ്പോ എന്താ ഞാൻ വെറുതെ നോക്കി നിൽക്കണം എന്നാണോ ശരത്തെ നീ പറയുന്നത്? പറ്റില്ല. അതിനൊന്നും ഈ ആന്റണിക്ക് പറ്റില്ല. നിന്റെ ചേച്ചി ആയതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റത്. അല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നടാ? നീ എന്ത് ചെയ്യുമായിരുന്നു? സച്ചേട്ടന്റെ കയ്യിൽ നിന്ന് വേണ്ടത് മേടിച്ചിട്ട് വേദന മാറിയിട്ടില്ല. എന്നിട്ടും നിന്റെ വീരവാദത്തിന് ഒരു കുറവില്ലല്ലോടാ. സച്ചേട്ടൻ നിന്നെ തല്ലിയില്ലടാ. അതുപോലെ തല്ലിയില്ലേ? വീട് കിടക്കുന്നവനെ ചവിട്ടരുതെന്നാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈ വെച്ചാല്
ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എന്റെ ചേച്ചി ദേഹത്ത് കൈ വെച്ചതോടെ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഇനി നീ എന്റെ മുമ്പിലേക്ക് വരരുത്, ഞാൻ ഇങ്ങോട്ടും വരില്ല. ഇന്നത്തോടു കൂടി നമ്മുടെ ബന്ധം അവസാനിച്ചു, കൂട്ടുകെട്ട് അവസാനിച്ചു, ബൈ, ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂട്ടുകാരന്മാര് പറഞ്ഞാ ശരത്തെ പോവല്ലടാ നിക്ക്. അപ്പൊ നമ്മുടെ ആന്റണി പറഞ്ഞു പോട്ടടാ, അവൻ പോട്ടെ, രേവതി അവന്റെ ജീവൻ തന്നെയാ. എങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവന് കുടുംബത്തോട് സ്നേഹമുള്ളവനാ. ഇനി അവൻ എന്റെ കൂടെ ഉണ്ടാകത്തില്ല, അത് ഉറപ്പാ. ചെറിയ പയ്യൻ, പീറപ്പയ്യൻ, അവൻ എന്തറിയാം ആന്റണിനെ കുറിച്ച്. അവൻ പോയാല് എനിക്കെന്താ വേറെ ആരും കിട്ടില്ലെന്നാണ് അവന്റെ വിചാരം. ഈ ആന്റണി ഇനി കളിക്കാൻ ഇറങ്ങുന്നതേ ഉള്ളൂ. അവന്റെ കഷ്ടകാലം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ചെവിന്നുള്ളിക്കോ, അവൻ ഇനി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സച്ചിനിയാ. സച്ചിയാണെങ്കിൽ നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ ഞാന് രേവതിയുടെ ഹസ്ബൻഡാ. ഹസ്ബൻഡ് ആണല്ലേ, റിപ്പോർട്ടൊക്കെ നോക്കി എല്ലാം നോർമലാ, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നേ, ഒരു കുഴപ്പമില്ല. മുറിവുള്ളത് കൊണ്ട് ഫീവർ വരാൻ ചിലപ്പം ചാൻസ് ഉണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം, ടാബ്ലറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അല്ല അപ്പം വീട്ടിൽ പോവാലോ. ഒരു 2 hours കൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ, അതുകൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോകാം. അല്ല അവള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കത്തില്ലേ? അതിനിപ്പോ എന്താ, കഴിക്കാൻ കൊടുത്തോളൂ. എന്നാ പിന്നെ ശരി ഡോക്ടർ, താങ്ക് യു എന്ന് പറഞ്ഞ് ഡോക്ടർ റൂമിനകത്തുനിന്ന് നമ്മുടെ സച്ചി നേരെ വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാ സച്ചിക്ക് ഒരു ആശ്വാസമായത്. രേവതിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാ സച്ചിയുടെ ശ്വാസം നേരെ വീണത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് നിന്നിട്ട് രേവതി എന്ന് വിളിച്ചു. അപ്പൊ രേവതി ചോദിച്ചു, ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്ത് പറഞ്ഞു? സ്കാൻ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ല, ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാലേ വീട്ടിൽ പോകാന്നാ പറഞ്ഞത്. ആണല്ലേ, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഡോക്ടറിനെ കാണാൻ കുറച്ചുകൂടി വൈകിയെങ്കിൽ സച്ചേട്ടൻ ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നേനെ, പനി വന്നിട്ടേ പേടിച്ച്. നീ കളിയാക്കിക്കോ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? എന്തിന്റെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങോട്ടേക്ക് പോകേണ്ടത്? ഒരാവശ്യമില്ലായിരുന്നല്ലോ. ആവശ്യം ഉണ്ടായോണ്ടല്ലേ സച്ചേട്ടൻ ഞാൻ പോയത്. ഇനി പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. വാ, ഞാൻ എന്തെങ്കിലും മേടിച്ചു തരാം. എനിക്കൊന്നും വേണ്ട സച്ചേട്ട, വിശക്കുന്നില്ല. എന്നാ പിന്നെ ഞാൻ ജ്യൂസ് പോയി മേടിച്ചോണ്ട് വരാം. ഒരു ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ നിന്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മേടിക്കാൻ വേണ്ടി നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ചങ്കെ തല്ലിക്കൊണ്ട് നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടെ കയറി വരുന്നത്. എന്റെ ദൈവമേ, പിന്നെ പറയാനുണ്ടോ മോളെ, നിനക്ക് എന്താടി പറ്റിയത്? കിടക്കുന്ന കണ്ടില്ലേ എന്റെ പൊന്നുകുഞ്ഞ്, എന്താടി നിനക്ക് പറ്റിയത്? അയ്യോ, ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച, ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എനിക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് കയറിച്ചില്ല. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തിനാടി മോളെ നീ അങ്ങോട്ടേക്ക് പോയത്? നിനക്ക് സച്ചിനെ വിളിച്ച് പറയാൻ തോന്നിയത്, അല്ല എനിക്ക് സച്ചിനെ വിളിച്ച് പറയാൻ തോന്നിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ കൊന്നേനെ. എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷ അവന് ദൈവം കൊടുക്കും, ആ ആന്റണിക്ക് ദൈവം കൊടുക്കും. അപ്പം ദേവ് പറഞ്ഞു, ചേച്ചി നമുക്ക് അവനെതിരെ പോലീസിന് ഒരു പരാതി കൊടുക്കണം, നിങ്ങൾക്ക് ശരിയാവില്ല. അതൊന്നും വേണ്ട, അവന് വേണ്ടത് സച്ചേട്ടൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അവനിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ശരത്ത് ഓടി വരികയാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവും ലക്ഷ്മിയും കൂടെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നീ കാണണ്ട ഇവളെ, മാറി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓടിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവും പറഞ്ഞു കേട്ടോ, ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നിന്റെ കൂടെ നടക്കുന്നവന് ഇങ്ങനെ ചെയ്തത്. ഇവൻ കാരണം ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, എന്തിനാ വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മ കരയാതെ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ കുറ്റപ്പെടുത്താതെ അന്നേ ഞാൻ പറഞ്ഞാക്കി ഇവൻ കേൾക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും നീ അവനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ കോളേജിൽ പോയി പഠിക്കുന്നതൊക്കെ വേസ്റ്റാടാ, വെറും വേസ്റ്റ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ആണെങ്കിൽ വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയല്ല ശരത്ത് നേരെ രേവതിയുടെ അടുത്ത് ചെന്നിട്ട്, അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി എന്തിനാ ചേച്ചി അവരെ കാണാൻ പോയത്? ചേച്ചി അവരെ കാണാൻ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ശരത്തെ, നിന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്ത പേടിയാവുന്നടാ. അതുകൊണ്ടാടാ ഞാൻ സത്യം പറഞ്ഞാല് അവനെ കാണാൻ പോയത്. അവന്റെ കൂടെ കൂടി ചില മോശ ശീലങ്ങളൊക്കെ നീ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നിന്റെ ലൈഫ് എന്താകും? അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. മാത്രമല്ല നീ നേരത്തെ കാലത്തും വീട്ടിലും കയറില്ല, കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചൊക്കെ നടക്കുന്നു. അവൻ പറഞ്ഞ വഴിയിലൂടെ നീ പോയിട്ടല്ലേ നമുക്ക് നമ്മുടെ അച്ഛൻ നഷ്ടപ്പെട്ടത്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയാ. കുടുംബത്തിലെ ആൺതരി നഷ്ടമായി കഴിഞ്ഞാല് പിന്നെ എന്താണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്? ആദ്യം അച്ഛൻ, പിന്നെ നീ. പറ്റില്ല, നീ താങ്ങില്ല. നിന്നെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു. നീ പഠിച്ചു വലിയ നിലയിൽ എത്തുമെന്നും അമ്മനെയും അനിയത്തിനെയും ഒക്കെ നോക്കുമെന്നും നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടൊക്കെ ഒരു ദിവസം മാറുമെന്നൊക്കെ, അതൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു, അതൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. വീട്ടിൽ നീ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തില കല്യാണം കഴിക്കാൻ വരെ ഞാൻ സമ്മതിച്ചത്. പക്ഷെ നീ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്?
ചെറിയൊരു കുടുംബം വലിയ നിലയിൽ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണോടാ, ഒരുപാട് കഷ്ടപ്പെടണം. നന്നായിട്ട് പഠിക്കണം, അതുപോലെ കുടുംബം നോക്കണം, നല്ലൊരു ജോലി വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയുള്ള കൂട്ടുകെട്ടിലൊക്കെ പെട്ട് കുടിച്ചും വലിച്ചും ഒക്കെ നടന്ന എവിടെ എത്താനാ ശരത്തെ? നീ എവിടെയെങ്കിലും എത്തുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർക്കുന്നില്ലേടാ? നമ്മുടെ അച്ഛൻ എത്ര മാത്രം കഷ്ടപ്പെട്ടടാ, പാവം. അദ്ദേഹം എന്ത് കഷ്ടപ്പെട്ടാ നമ്മളെ വളർത്തിയത്? നീ ഞങ്ങളെ കുറിച്ച് ഇപ്പൊ ഓർക്കുന്നില്ലേ? പട്ടിണി കിടന്നിട്ടാണെങ്കിലും നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തന്നിട്ടില്ലേ? നിനക്ക് എന്തെങ്കിലും കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നിനക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, എല്ലാം മേടിച്ചു തന്നു, നിന്നെ കോളേജിൽ ഇട്ട് പഠിപ്പിച്ചു. എന്നിട്ടും നീ എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ആകെയുള്ളത് നീയല്ലേടാ ഒരു ആൺതരിയായിട്ട്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഞങ്ങൾ നിന്നെ ഉപദേശിക്കുന്നതും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. സച്ചേട്ടൻ നിന്നെ സ്വന്തം അനിയനെ പോലെയാടാ കാണുന്നത്. നിന്നോട് അദ്ദേഹത്തിന് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? അദ്ദേഹം വഴക്ക് പറയുന്നത് നീ നന്നാകാൻ വേണ്ടിയിട്ടാ. അതുപോലും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അദ്ദേഹത്തിന് നിന്നോട് ഒരു ദേഷ്യമില്ല, നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ നന്നായി കാണണം, കുടുംബം നന്നായി കാണണം എന്നൊക്കെ അല്ലടാ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കടാ. നീ മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. ചേച്ചി സോറി ചേച്ചി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഞാൻ കാരണം ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി, പ്ലീസ് ചേച്ചി എന്നോട് ക്ഷമിക്കുക. ഒരിക്കലും ആന്റണിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനി ഉണ്ടാവില്ല. അത് സത്യമാ, ഞാനാ പറയുന്നത്. വാക്ക് തരുക. ആന്റണി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. ആന്റണി എന്റെ ചേച്ചി, ആന്റണിയുടെ ചേച്ചിനെ പോലെ കാണുന്ന ഞാൻ ഓർത്തത്. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കണമായിരുന്നു, അനുസരിക്കണമായിരുന്നു. അവന് ഞാൻ വിശ്വസിച്ചു പോയി ചേച്ചി, അവന് വിശ്വസിച്ചു പോയി. നിങ്ങളെക്കാൾ വലുതായി ആരും എനിക്കില്ലേ ചേച്ചി? നിങ്ങൾക്ക് വേണ്ടി തന്നെയാ ഞാൻ ഈ കൊള്ളയടിച്ചാണെങ്കിലും അവന്റെ കൂടെ കൂടിയാണെങ്കിലും കുടുംബം രക്ഷപ്പെടുത്താൻ നോക്കിയത്. ഞങ്ങൾക്ക് വേണ്ടിയാ ചേച്ചി പഠിത്തം പാതി വഴിയിൽ നിർത്തിയത്. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ചേച്ചിനെ വിട്ടിട്ട് ഒരു കളിയില്ല. കുറച്ച് കാശ് സമ്പാദിക്കണം, കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണം എന്ന ആഗ്രഹം കൊണ്ടാ ഞാൻ അവരുടെ കൂടെ കൂടിയത്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്. എടാ കാശ് സമ്പാദിക്കണോടാ, കാശ് സമ്പാദിക്കണം. പക്ഷേ അത് നേരായ വഴിയിലൂടെ ആയിരിക്കണം, അല്ലാതെ ഈ വഴിയിലൂടെയല്ല. തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ച പൈസ ഒരിക്കലും കയ്യിൽ നിൽക്കത്തില്ല. നേരെ സമ്പാദിച്ച പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. മോനെ, നീ അത് മനസ്സിലാക്ക. നീ ഇപ്പൊ ക്യാഷ് ഒന്നും സമ്പാദിച്ച് എനിക്കോ അമ്മയ്ക്കോ ദേവുവിനോ തരണ്ട. നീ നന്നായിട്ട് പഠിച്ച് നീ ഒരു ജോലി നേട്. എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ജോലി. അതാ ഞങ്ങൾക്ക് കാണേണ്ടത്. നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാം. ഇനി ഞാൻ ആന്റണിയുടെ കൂടെ പോവില്ല ചേച്ചി, ഒരിക്കലും പോവില്ല. ഞാൻ ആന്റണിനെ കണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി നീ എന്റെ മുമ്പിൽ വന്നു പോകരുത് എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചവനെ അവന്. ഇന്നു മുതൽ അവൻ എന്റെ ഫ്രണ്ട് അല്ല, എന്റെ ശത്രു തന്നെയാ. ശത്രു. ഇനി ശത്രുവിന്റെ സ്ഥാനത്ത് ആന്റണിനെ ഞാൻ കാണത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മുടെ സച്ചി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചി അകത്തേക്ക് കയറി വരുന്നില്ല. അകത്തേക്ക് കയറി വന്ന് വെറുതെ നമ്മുടെ ശരത്തിനെ, അതായത് ശരത്തിനൊരു നാണക്കേട് വേണ്ട, ശരത്ത് നമ്മുടെ സച്ചിയുടെ മുമ്പിൽ ചെറുതാകണ്ട എന്ന് ഓർത്തിട്ട് തന്നെയാണ് സച്ചി അകത്തേക്ക് കയറി വരാത്തത്. ഈ ഒരു സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയും, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ല മോനെ. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി ഈ അമ്മയ്ക്ക് ചത്താലും കുഴപ്പമില്ല, അതുപോലെ സന്തോഷമായി. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയാലേ നീ തിരുത്തപ്പെടും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുമ്പ് തന്നെ ആന്റണിയുടെ അടുത്ത് പോയി 2 അല്ല 3 അല്ല എത്ര അടിയെങ്കിലും കൊണ്ടേനെ. എന്റെ അനിയൻ നന്നാവുമെങ്കിൽ പിന്നെ അടി കൊള്ളുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത് എന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതിയും ദേവും ഒക്കെ ചിരിച്ചോണ്ടാട്ടോ ഇത് പറയുന്നത്. ഏതായാലും ശരത്ത് നന്നായി. പുറത്ത് നിന്നിട്ട് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അതായത് സച്ചിക്ക് സത്യം പറഞ്ഞ സങ്കടം വരികയാണ് ഇതൊക്കെ കേട്ടിട്ട്. ഏതായാലും ഒരടി കിട്ടിയാലും നമ്മുടെ ശരത്ത് നന്നായില്ലേ. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഒരു ക്രിക്കറ്റ് കോർട്ടാണ് കേട്ടോ. അപ്പൊ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മുടെ ശ്രുതിയുടെ മോനും ഉണ്ട്. അപ്പൊ ശ്രുതിയുടെ മോനെ എടുത്തിട്ട് നമ്മുടെ നവീൻ ദാസ് ഇല്ലേ, നമ്മുടെ ശ്രുതിയുടെ ശത്രു വരികയാണ്. വന്നിട്ട് മോന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ആ കൊച്ചിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ. ഇനിയിപ്പോ നമ്മുടെ ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പ്രേമവിശേഷമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോടെ. പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഫുൾ വിശേഷം അതുകൂടെ പോയി ഒന്ന് കണ്ടേക്കണേ. ടാറ്റ ബൈ ബൈ.